അച്ചപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല, അതുപോലെ തന്നെ ആ ഒരു മാവ് ഈ അച്ചിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, പിന്നെ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇളകി വരുന്നില്ല. ഇങ്ങനെ ഒരുപാട് പരാതി ഉണ്ടാവും ഈ അച്ചപ്പം ഉണ്ടാക്കുമ്പം. പലർക്കും ഇത് ശരിയാവാറില്ല. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ ഇരുമ്പിൻ്റെ ആ ഒരു അച്ച് വാങ്ങുന്നതിന് പകരം ഇതുപോലുള്ള അലുമിനിയത്തിൻ്റെ അച്ച് കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങാം. ഇതിനെക്കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ, അതായത് ഒട്ടിപ്പിടിക്കോ എണ്ണയിൽ നിന്ന് വിട്ടു പോരാണ്ടൊക്കെ ഒന്നും ചെയ്യില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ പാക്കറ്റ് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരി പൊടിച്ചിട്ടും ഉണ്ടാക്കുക, അതായത് അല്ലെങ്കിൽ പച്ചരി അരച്ചിട്ടും ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് വറക്കാത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രഷ് തേങ്ങ പിഴിഞ്ഞ പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ പൗഡറില്ലേ അത് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതായത് 2 കപ്പ് അരിപ്പൊടിക്ക് 2 മുട്ടയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്തതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ കുറേ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്, അപ്പം നന്നായി കിട്ടില്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള മാവാണ്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുമ്പം ആ ചൂടുള്ള അച്ച് ഇതിലേക്ക് മുക്കുമ്പം തന്നെ ഈ മാവ് കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ കട്ടിയാവുന്നതിന് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ചുട്ടുകൊണ്ട് നിൽക്കുമ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളിന് പകരം നിങ്ങൾക്ക് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എള്ളും കരിഞ്ജീരകവും കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയാണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ അച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ ഇരുമ്പിൻ്റെ അച്ചാണെങ്കിൽ അത് കുറേ സമയം എണ്ണയിൽ ഇട്ട് വെക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മാവിലേക്ക് ഇത് ഡിപ്പ് ചെയ്യാം. അപ്പോൾ ഡിപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് വരണം, എന്നാൽ മാത്രമേ നമ്മൾ മാവ് അതിൽ ഒട്ടിപ്പിടിക്കുള്ളൂ. അതിന് പെട്ടെന്ന് തന്നെ എണ്ണയിലിടുക, പെട്ടെന്ന് ഇളകി വരും. ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ വാങ്ങാൻ കിട്ടും. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല. നിങ്ങൾക്ക് ഇത് നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതോടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. ഈ ഒരു അലുമിനിയത്തിൻ്റെ അച്ചിന് ഇവിടെ 10 ദിറംസാണ്. നാട്ടിലൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുമായിരിക്കും, ഇല്ലെങ്കിൽ ഓൺലൈനിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഇരുമ്പിൻ്റെ ആ ഒരു അച്ചിൽ ചുട്ടിട്ട് ശരിയാത്ത ഒരുപാട് പേരുണ്ട്. എന്നിട്ട് പറയാറുണ്ട് ചുട്ടിട്ട് ശരിയാവുന്നില്ല, അതുകൊണ്ട് അത് ഉണ്ടാക്കാറില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു മാർഗ്ഗമാണ് ഈ ഒരു അലുമിനിയത്തിൻ്റെ ഈ ഒരു അച്ച്. ഇരുമ്പിൻ്റെ അച്ചാകുമ്പോൾ നമുക്കത് കഴുകി വൃത്തിയാക്കാൻ, അതുപോലെ അത് എണ്ണയിലിട്ട് സൂക്ഷിച്ച് വെക്കാനൊക്കെ കുറച്ച് പണിയല്ലേ. ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് എണ്ണയിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരേ ടൈം തന്നെ 3-4 ഒന്നിച്ച് ചുടാനും പറ്റും. അതേസമയം മറ്റേതാകുമ്പോൾ 1-2 മാത്രമേ നമുക്ക് ചുടാൻ പറ്റൂ. കാരണം ഈ അച്ചൊന്ന് ചൂടാകുന്ന ഒരു ടൈം കൂടി അതിന് കൊടുക്കണം ഇരുമ്പിൻ്റെ അച്ചാവുമ്പോൾ. പക്ഷേ ഇതാവുമ്പം അത്രയും ടൈമൊന്നും വേണ്ട. പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ മുക്കുക, എന്നിട്ട് എടുത്തിട്ട് നമുക്കിത് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാവ് ഇങ്ങനെ ഈ ചൂടുള്ള ഈ അച്ച് അതിലേക്ക് മുക്കുമ്പോൾ മാവ് കുറച്ച് കട്ടി കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസായി കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ അച്ച് ഇതിൽ ഡിപ്പ് ചെയ്യുമ്പം അതിൽ പിടിക്കും. നല്ല കട്ടിയാകുമ്പം പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.